ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സദൃശവാക്യങ്ങൾ 23:18. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് സമാധാനമുണ്ടാകേണ്ടതിന് നമ്മുടെ പ്രത്യാശയും ആശ്രയവും ദൈവത്തിലും അവൻ്റെ ഉറച്ച വചനങ്ങളിലുമായിരിക്കണം. യോസേഫിന് ലഭിച്ച ദർശനം വലുതായിരുന്നുവെങ്കിലും പിന്നീട് സഹോദരന്മാർ തന്നെ പൊട്ടക്കിണറിലെറിയുകയും മിസ്രയീമ്യർക്ക് വിൽക്കുകയും ചെയ്തു. തുടർന്ന് കുറ്റകൃത്യം ആരോപിച്ച് കാരാഗ്രഹത്തിലടയ്ക്കപ്പെട്ടു. എന്നാൽ യോസേഫിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയും താൻ മിസ്രയീം ദേശത്ത് ഫറവോന് പിന്നിൽ 2ാം സ്ഥാനക്കാരനായി മാറുകയും ചെയ്തു. ഓർക്കുക, അടിമത്തത്തിൽ വിൽക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം ഈ ഉയർന്ന പദവി നേടിയത്. സദൃശവാക്യങ്ങൾ 23:18 ദൈവവിശ്വാസികൾക്ക് ശോഭനമായ ഭാവി ഉണ്ടെന്നും അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ലെന്നും ഉറപ്പു നൽകുന്നു. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവഭക്തിയോടെ ഇരിക്കുക. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപികളുടെ അഭിവൃദ്ധി താൽക്കാലികം മാത്രം, അതെന്നേക്കും നിലനിൽക്കുകയില്ല. എന്നാൽ നീതിമാന്മാർക്ക് ശോഭനമായ ഭാവിയുണ്ട്. ദൈവിക ജ്ഞാനം കേട്ട് പഠിക്കുന്ന വ്യക്തിയുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുകയും ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തെ അന്വേഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന നീതിമാന്മാർക്ക് പ്രത്യാശയുണ്ട്. ഏതു സാഹചര്യത്തിലും വിശ്വാസം നിരന്തരം ക്രിസ്തുവിൽ അർപ്പിക്കുന്ന വ്യക്തിക്ക് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ദൈവത്തിൽ നിന്ന് പ്രതിഫലം നിശ്ചയമായും ഉണ്ടാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us.